ഹലോ ഗായ്. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ ദോശയും പിന്നെ അതേപോലെ തന്നെ ഒരു ചട്നിയുമാണ്, തക്കാളി ചട്നിയാണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ തക്കാളി ചട്നിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസ് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും ഉരുളൻകിഴങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്. ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഓണിയൻ, ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം. പിന്നെ അത് ഒഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ പൊട്ടാറ്റോ. കടുക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കടുക് എവിടെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇത് മഞ്ഞളാണെന്ന് തോന്നുന്നു. ഇവിടെ വയ്ക്കാം. ഇത് യെസ്, കടുക് കിട്ടി ഗൈസ്. ഒരു കടുകൊന്നും യൂസ് ചെയ്യാറില്ല, നമുക്ക് കടുക് എന്തായാലും വേണം കുക്ക് ചെയ്യാൻ. ഇത് വെളിച്ചെണ്ണയാണോ ഗൈസ്? ആയിരിക്കണം അല്ലേ. തൽക്കാലം അവിടെ വയ്ക്കാം നമുക്ക്. അയ്യോ ശരി, അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാധനം. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടിയാണ്. ഇവിടെ കറിവേപ്പില ശരിക്കും കരിഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചെടുക്കാം. പിന്നെ മൊത്തം പാളയാണ്. ഇത് വെളിച്ചെണ്ണ അല്ല, ഇത് റോസ് വാട്ടർ ആയിരുന്നു. അപ്പോൾ അത് തിരിച്ച് നമുക്ക് അവിടെ വയ്ക്കാം. നമുക്ക് വെളിച്ചെണ്ണ വെക്കാം. ഒന്നും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മണത്ത് നോക്കുമ്പോൾ ഗരം പൗഡറാന്ന് തോന്നുന്നു തൊട്ടതാണ്. കറുവാപ്പട്ട പൊടിച്ചാകും. എനിക്കിപ്പോൾ വേണ്ടത് മുളകും പൊടിയാണ് ഗൈസ്. മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ട്, മുളകും പൊടി തപ്പാം. കടുക് കിട്ടി. ഇന്നത്തെ മുളകും പൊടി ഇങ്ങനത്തെയാണെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. തക്കാളി ചേട്ടൻ കണ്ടില്ല, അടിപൊളിയായി വെന്തിട്ടുണ്ട്. കണ്ടോ? നോക്കിയാൽ സൂപ്പറായിട്ടുണ്ടല്ലേ. യെസ്, നമ്മളിനി ഇതിങ്ങനെ തോലിങ്ങനെ പൊളിച്ചെടുക്കണം. ചൂടാണ്, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തൊടാത്തത്. കണ്ടോ എന്ത് ഈസി ആയിട്ടാണ് അതൊക്കെ. ആക്ച്വലി തക്കാളിയുടെ തോല് തിന്നാൻ പാടില്ല. തോല് ഒരുപാട് തിന്നു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ വരും എന്നൊക്കെ പറയണേക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ തിന്നരുത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. യെസ്, അത് ശരിയാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. വെന്ത ഉരുളൻകിഴങ്ങ് ചെറിയ കഷ്ണമാക്കണം. എന്തിനാ നമ്മൾ വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ ജ്യൂസി പോലെ ആക്കണം. ഓക്കെ, സോ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ അടിക്കാം. പക്ഷെ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം വീഡിയോ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ തുടങ്ങല്ലേ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇപ്പോൾ പൊട്ടിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെളിച്ചെണ്ണ കണ്ടു, വെളിച്ചെണ്ണയുടെ പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ബിക്കോസ് തണുപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് റെഡി ആയോ നോക്കും. ഒരൊറ്റ കടുക് ഇട്ട് നോക്കും. അപ്പോൾ അത് പൊട്ടിയാൽ മാത്രം അയ്യോ ഇപ്പോൾ ഇടാനായി തോന്നുന്നു. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഓണിയനും വറക്കുമ്പോഴുള്ള മണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ വീട്ടിലുണ്ടാക്കുമ്പോഴുള്ള മണം അമേസിങ്. ഗൈസ്, വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ദോശമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ ദോശ. ദേ ഇവിടെ പുറത്ത് നമ്മുടെ ചട്നിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ദോശയും നല്ല ഷേപ്പുള്ള ദോശ, അത്ര വട്ടമല്ല എന്നാലും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാ കണ്ടോ, നല്ല അടിപൊളി ദോശ, കരിയാത്ത ദോശയും ചട്നിയും കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.